നമ്മളിന്ന് ഈ പരിശുദ്ധ കുർബാന മറിയൂസേപ്പിൻ്റെ ഓർമ്മ ദിനമായിട്ട് ആചരിക്കുകയാണ്. സഭയിലും സമൂഹത്തിലും കാലാകാലങ്ങളായിട്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വാക്കായിട്ട് യഹൂദ ക്രൈസ്തവർ ഇതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ രണ്ട് യോസഫുമാർ, പഴയ നിയമത്തിലെ പൂർവ്വ യോസേപ്പും പുതിയ നിയമത്തിലെ മറിയൂസേപ്പും രണ്ട് ഉൽപ്പത്തി പുസ്തകങ്ങൾ പോലെയാണ്. ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നത് സ്പ്രൗട്ടിംഗ് ആണ്, പുതിയ ജീവൻ ഉണ്ടാവുകയാണ്, പുതിയ ചിന്തകൾ കൊടുക്കുകയാണ്. അങ്ങനെ യഹൂദ കാലഘട്ടത്തിലും ക്രൈസ്തവ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലും നല്ല സ്പ്രൗട്ടിംഗ് ഓഫ് ഗോഡ്സ് വേർഡ്സ് നൽകിയ രണ്ട് വലിയ വ്യക്തികളാണ് മറിയൂസേപ്പും പൂർവ്വ യോസേപ്പും. ഇന്നലെ ലലിയ പ്രാർത്ഥനയിൽ തെശ്ബുഹത്തായിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കമ്പാരിസൺ 12 ചിന്തകൾ നമ്മൾ കണ്ടതാണ്. അതിമനോഹരമായ കാര്യമാണ്. പുരാതനമായ സുറിയാനി സോഴ്സിൽ നിന്ന് അതേപടി കണ്ടെത്തി നമ്മളുടെ തെശ്ബുഹത്ത ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യവുമാണ്. ഇവർ രണ്ടുപേരും നമ്മൾ വലിയ യുദ്ധമൊക്കെ കഴിഞ്ഞ് എന്താണ് അവശേഷിക്കുന്നതെന്ന് നോക്കുമ്പോൾ റെമനൻ്റ് എന്ന് പറയാറുണ്ട്. വിശിഷ്ടമായ അവശിഷ്ടം. ഒരു യുദ്ധം നടത്തി പിടിച്ചു നിൽക്കാൻ പറ്റി അതിൽ നിന്ന് ഉരുത്തിരിയുന്ന കുഞ്ഞ് കാര്യങ്ങളാണ്. ഈ രണ്ട് യോസേപ്പുമാരും യഹൂദ ചരിത്രത്തിലെയും അതുവഴി സഭയുടെ ചരിത്രത്തിലെയും റെമനൻ്റായിട്ടുള്ള പിടിച്ചു നിൽക്കാൻ സാധിച്ചതും പിന്നീട് ഒരു കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നതുമായ വ്യക്തികളാണ്. സുവിശേഷം ദൈവവചനം നമ്മൾ നോക്കുമ്പോൾ ഇവർ രണ്ടും 2 റിച്ചസ്റ്റ് വേർഷൻസ് ഓഫ് ജോസഫ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. യോസേപ്പ് ആരാണ് എന്നതിനെക്കുറിച്ച് ഏറ്റവും നല്ല റിച്ചസ്റ്റ് ആയിട്ടുള്ള വേർഷൻസാണ് ഇവരെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പിതാക്കന്മാർ ഇവരുടെ വ്യക്തിത്വത്തെ, ഇവരുടെ പ്രവർത്തനങ്ങളെ ലോക്കോസ് ക്ലാസിക്കോസ്, ക്ലാസിക്കലായിട്ടുള്ള ഇടം, സ്ഥലം, അല്ലെങ്കിൽ തേറ ഫിർമ, ഉറപ്പുള്ള പ്രതലം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പൂർവ്വ യോസേപ്പാണെങ്കിലും മറിയൂസേപ്പാണെങ്കിലും അവർ ദൈവശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത് അത്തരത്തിലാണ്. ലോക്കോസ് ക്ലാസിക്കോസ്. ദൈവശാസ്ത്രം എവിടെ നിന്ന് നമുക്ക് തുടങ്ങണമോ, അല്ലെങ്കിൽ മാറിമറിഞ്ഞു പോകാത്ത ദൈവിക ചിന്തകൾ എന്താണോ അത് നമുക്ക് ആവശ്യമെങ്കിൽ ഈ യോസേപ്പിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ നോമ്പുകാലത്താണ്. വേനൽക്കാലത്ത് മരങ്ങളുടെ ഇലകൾ പൊഴിയുന്നത് നമുക്കറിയാം. ഇല പൊഴിയുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ വേരുകൾ ഡീപ്പായിട്ട് മണ്ണിലേക്ക് ആഴത്തിൽ ഇറങ്ങും. അപ്പോഴാണ് അതിന് നല്ല ഫ്രഷ്നെസ് ഉണ്ടാകുന്നതും പുതിയ നാമ്പുകൾ എടുക്കുന്നതും. നമ്മൾ ഈ നോമ്പുകാലത്ത് മത്സ്യവും മാംസവും എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഇലകൾ പൊഴിച്ച് ജീവിക്കുമ്പോൾ നമ്മളുടെ ആധ്യാത്മിക വേരുകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ ഇവരെപ്പോലുള്ള മഹത് വ്യക്തികളെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. രണ്ടുപേരും ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ രാജ്യത്തെ ഫാമിൻ, ദാരിദ്ര്യം, അതിനുള്ള പരിഹാരം കണ്ടെത്തിയതാണ്. ഓൾഡ് ടെസ്റ്റമെൻ്റ് ഗ്രാനറീസ് ഫോർ ഓൾ ദ പീപ്പിൾ, വിശന്ന് വലയാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അനേകം രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിറപറകൾ
പത്തായങ്ങൾ നിർമ്മിച്ചവനാണ്. ന്യൂ ടെസ്റ്റമെൻറ്റിൽ നമ്മൾ കാണുന്നത് ഗ്രാനറി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തെ തന്നെ നമുക്ക് ഈ ലോകത്തിൽ തന്ന വ്യക്തിയാണ് മറിയ യോസേപ്പ്. അങ്ങനെ അവർ രണ്ടുപേരും ലോകത്തിൽ ഉണ്ടായിരുന്ന ഫാമിൻ, വിശപ്പുകൾ മാറ്റി എടുത്തവരാണ്. അവർ ആ ഒരു സ്ഥാനം വഹിക്കുന്നത് കൊണ്ടാണ് സഭയും സമൂഹവും അവരെ ഓർക്കുന്നതും അവരെക്കുറിച്ച് ചിന്തിക്കുന്നതുമെല്ലാം. പണ്ഡിതനായ ഒറിജിൻ പറഞ്ഞിരുന്നു, ഫാമിൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് രണ്ട് കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നതാണ്. ഈജിപ്തിലെ മനുഷ്യരുടെ അപ്പം എന്ന മട്ടിൽ മാത്രം എടുക്കുന്നതേ ഉള്ളൂ. രണ്ട് കാലങ്ങളിലും ഉണ്ടായിരുന്നത് ഫാമിൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡാണ്. അതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ട് ഈ പിതാക്കന്മാർ പരിശ്രമിച്ചതിൻ്റെ നന്മയാണ് നമുക്ക് ദൈവാരാധന ക്രമത്തിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാം ലഭിക്കുന്നത്. പൂർവ്വ യോസേപ്പ് സഹോദരങ്ങൾ ചതിച്ച് വിറ്റതാണ് നമുക്ക് ചരിത്രമെല്ലാം അറിയാം. ഉൽപ്പത്തിയുടെ അവസാനത്തെ 10-13 അധ്യായങ്ങൾ പൂർവ്വ യോസേപ്പിൻ്റെ കഥയാണ്. അവിടുത്തെ മനോഹരമായ ഒരു വാക്യം യോസേപ്പ് പറയുന്നത്, നിങ്ങൾ എന്നെ വിറ്റതല്ല, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ദൈവം എന്നെ മുൻകൂട്ടി വിട്ടതാണ്. അതൊരു ക്യൂറേറ്റീവായിട്ടുള്ള ശബ്ദമാണ്. യോസേപ്പിനറിയാമായിരുന്നു ഇവർ വലിച്ച് എറിഞ്ഞ് നഷ്ടപ്പെടുത്തിയതാണ്. പക്ഷെ അദ്ദേഹം ഈ സഹോദരങ്ങളെല്ലാം തിരിച്ച് ഈജിപ്തിൽ എത്തിയപ്പോൾ എത്ര കാരുണ്യപൂർവ്വമാണ് അവരെ കാണുന്നതും അവരോട് ഇടപെടുന്നതുമെല്ലാം. നിങ്ങൾ എന്നെ വിറ്റതല്ല, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ദൈവം എന്നെ മുൻകൂട്ടി വിട്ടതാണ്. അവരുടെ അപ്പനും യാക്കോബും ഈജിപ്തിലെത്തിയിരുന്നു. മരണസമയത്ത് പൂർവ്വ യോസേപ്പാണ് അപ്പൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുന്നത് മരണസമയത്ത്. അതേറ്റവും ഇഷ്ടമുള്ള മക്കളുടെ കാര്യമായിട്ട് യഹൂദ പാരമ്പര്യം കരുതിപ്പോന്നു. നമ്മുടെ ഇടയിലും അങ്ങനെ ആയിരിക്കാം. അപ്പൻ അല്ലെങ്കിൽ അമ്മ മരിക്കുമ്പോൾ കണ്ണ് തിരുമ്മി അടയ്ക്കുന്നത് മക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇവിടെ യോസേപ്പ് ആണ് വാർദ്ധക്യത്തിൽ യാക്കോബ് ഈജിപ്തിലേക്ക് വന്നപ്പോൾ ആ കർമ്മവും ചെയ്യുന്നത്. മറിയ യോസേപ്പിനോടും നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ. നല്ല മരണം ലഭിക്കുന്നതിന് വേണ്ടി, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് നമ്മുടെ പല പള്ളികളുടെയും വിരി ഇടുന്ന ആ ഭാഗത്ത് ആർച്ചിൻ്റെ മുകളിൽ മറിയ യോസേപ്പിൻ്റെ പള്ളികളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല മരണം ലഭിക്കാനുള്ള കൃപയ്ക്കായിട്ട് അതിൻ്റെ മധ്യസ്ഥത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത്. അങ്ങനെ നമുക്ക് യോസേപ്പുമാർ രണ്ടുപേരും ദൈവവചനമാകുന്ന ആ വലിയ ട്രഷറി തന്നുകൊണ്ട് നമ്മളുടെ ദാരിദ്ര്യം, ഫാമിൻ മാറ്റുകയും കർത്താവിൻ്റെ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള എല്ലാ വഴികളും നമുക്ക് തുറന്ന് തരികയും ചെയ്യുന്നുണ്ട്. വിശുദ്ധനായ അംബ്രോസ് പറയുന്നുണ്ട്, ജീസസ് ടുക്ക് പിറ്റി ഓൺ ദ ഹംഗറസ് പീപ്പിൾ ഓഫ് ദ വേൾഡ്, ഓപ്പൺഡ് ഹിസ് ഗ്രാനറീസ് and disclosed the hidden treasures of the heavenly mysteries. Christ opened his granaries and sold everything while asking not monetary payments but the price of faith. വിശ്വാസം നൽകിയാൽ മാത്രം മതി ഈശോയിൽ നിന്ന് നമുക്ക് കൃപയും രക്ഷയും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി. ഒരുപാട് സഹിച്ച രണ്ട് പിതാക്കന്മാരാണ് പൂർവ്വ യോസേപ്പും മറിയ യോസേപ്പും. ഞാൻ കരുതുന്നു their rewards were greater than their hardships. വളരെയധികം ആദ്യത്തെ ആൾ ഈജിപ്തിൽ മന്ത്രിയും ഫറവോയുടെ കസേരയ്ക്കടുത്തും എല്ലാം ഇരിക്കാൻ ഉള്ള അവകാശം കിട്ടിയപ്പോഴും ഒരു വിദേശ രാജ്യത്ത് കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് വളരെയേറെ അദ്ദേഹം സഹിച്ചു.
മാറിയോസേപ്പും ഈജിപ്തിലേക്ക് അമ്മയെയും മകനെയും കൊണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട്, തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. രാജാക്കന്മാരുടെ റെസിഡൻസ് നോക്കി അവർ വഴി മാറി പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അവർ നേരിട്ടിട്ടുണ്ട്. യോസേപ്പ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടായിരുന്നു. രണ്ടുപേരും സ്വപ്നങ്ങളുടെ ആളാണ്. എബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അസ്ഥികൾ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു. പ്രായമായി അദ്ദേഹത്തിനറിയാമായിരുന്നു ഇസ്രായേൽക്കാർ ഈജിപ്തിൽ കടന്നാൽ പോരാ, വാഗ്ദത്ത നാട്ടിൽ കയറണം. അങ്ങനെ പോകുമ്പോൾ തൻ്റെ അസ്ഥികൾ കൂടെ അവർ മാന്തിയെടുത്ത് വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകണം. ട്രാൻസ്ഫർ ഓഫ് ഹിസ് ബോൺസ് ഫ്രം ഈജിപ്റ്റ് ടു ദ പ്രോമിസ്ഡ് ലാൻഡ്, അത് അദ്ദേഹം ഉറപ്പുവരുത്തുകയാണ്. അതുകൂടെ മുൻകൂട്ടി കാണാനുള്ള വലിയ ദാർശനികത പൂർവ്വ യോസേപ്പിന് ഉണ്ടായിരുന്നു. അതാണ് എബ്രായ ലേഖനകർത്താവ് പ്രകാരം പറയുന്നത്. നമ്മൾ ഈ രണ്ട് പിതാക്കന്മാരിലും കാണുന്നത് വലിയൊരു അപ്പൻ്റെ ഹൃദയമാണ്, വലിയൊരു അപ്പൻ്റെ ഹൃദയമാണ്. ഞാൻ പള്ളിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ പറയും, മാറിയോസേപ്പ് അമ്മയെ വിവാഹാഗ്ദാനം ചെയ്ത് കല്യാണം കഴിക്കുമ്പോൾ 10-18 വയസ്സേ ഉള്ളൂ, 20 വയസ്സൊക്കെ ഉള്ളൂ. നമ്മളുണ്ടാക്കി വെക്കുന്ന സ്റ്റാച്യു ഒരു 80-85 വയസ്സെങ്കിലുമുള്ള കർന്നവരുടെയാണ് എല്ലാ പള്ളികളിലും. അതൊരു പ്രൊട്ടക്ഷൻ്റെ അടയാളമായിട്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കുകയല്ല. പക്വത വന്ന മനുഷ്യനാണ്, പക്വത വന്ന ഒരപ്പൻ ആരെയും ഉപദ്രവിക്കുകയില്ല എന്ന ആ ശൈലി, ആത്മീയത വളർത്താൻ വേണ്ടിയാണ്. അപ്പനാകാൻ നമ്മൾ നല്ലതുപോലെ പഠിക്കണം എന്ന ചിന്തയാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പന് മാത്രമേ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെയാണ്. ജ്യേഷ്ഠ സഹോദരൻ ഒരിക്കലും ഇളയ സഹോദരനെ ഹൃദയത്തിലെടുക്കുന്നവനോ ആ അപ്പൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നവനോ ഒന്നുമല്ല. അപ്പൻ അവിടെ എല്ലാം കളഞ്ഞു വന്ന മകനെയും വേലക്കാരനെന്ന് പറയിപ്പിക്കാതെ, അയാൾ നേരത്തെ പറഞ്ഞു വീട്ടിൽ എനിക്ക് വേലക്കാരൻ്റെ സ്ഥാനം കിട്ടിയാൽ മതി, ആ വാക്ക് പറയിപ്പിക്കാതെ ഈ അപ്പൻ അതിനുള്ള പരിഹാരം കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മുടെ അജപാലന രംഗത്തും ശുശ്രൂഷാ വേദിയിലുമൊക്കെ ജ്യേഷ്ഠ സഹോദരനെ പോലെ അങ്ങനെയൊന്നും ആരും വളരേണ്ട, ഇത്രയൊക്കെ മതി, ഇവിടെ നമുക്ക് നിർത്താം, അല്ലെ അവരെ ഇനി ഇവിടെ കയറ്റണ്ട, അവൻ പുറത്ത് നിൽക്കട്ടെ, അല്ലെ ഞാൻ പുറത്ത് നിന്നോളാം, ഇതെല്ലാം ഒരുപോലെ തെറ്റാണല്ലോ. ഒരു വിരുന്നൊരുക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രൻ്റെ അപ്പൻ ഒരുക്കിയ വിരുന്നിൽ ജ്യേഷ്ഠൻ പങ്കെടുക്കുന്നില്ല എന്ന് വേണം നമ്മൾ സുവിശേഷത്തിൽ മനസ്സിലാക്കാൻ. ഒരു വലിയ വിരുന്നിൽ പങ്കെടുക്കാൻ മനസ്സില്ലാതെ പുറത്ത് നിൽക്കുന്ന ആൾക്കൂട്ടമാണ്, അല്ലെങ്കിൽ ആ സമൂഹമാണ് ജ്യേഷ്ഠന്മാർ എന്നൊക്കെ പറയുന്നത്. ശമൂവേലിൻ്റെ പുസ്തകം 2:18-5 ദാവീദും അബ്സലോമുമായിട്ട് പിണങ്ങി, അപ്പനും മകനും. ദാവീദ് ഒളിച്ചോടി. ദാവീദിൻ്റെ അടുത്ത് വന്ന് കുറേ പട്ടാളക്കാർ പറഞ്ഞു, നമുക്ക് അബ്സലോമിനെ കൊന്നുകളയാം, ദാവീദ് എത്രയോ വലിയവനാണ്. അങ്ങനെ വന്നവരോട് ദാവീദ് പറയുന്ന ഒരു തിരുവചനമുണ്ട്, യുവാവായ അബ്സലോമിനോട് മയമായി പെരുമാറണം, കൊന്നുകളയാം എന്ന് പറഞ്ഞ് വന്ന ആ ടീമിനോട് അപ്പൻ പറയുകയാണ്, യുവാവായ അബ്സലോമിനോട് മയമായി പെരുമാറണം. അപ്പന് മാത്രമേ ഇത് പറയാൻ പറ്റുകയുള്ളൂ. അതാണ് ഈ പിതൃത്വം നമുക്ക് നൽകുന്നത്. അബ്സലോമിനെ പിന്നീട് ഇവർ വധിച്ചു. അപ്പോഴും ദാവീദ് പറയുന്നുണ്ട് 18:23, എൻ്റെ മകനെ അബ്സലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ. അതും ഒരു അപ്പന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അല്ലേ പറയാമായിരുന്നു, അനിയൻ മരിക്കാമായിരുന്നല്ലോ, ചേട്ടൻ മരിക്കാമായിരുന്നല്ലോ തുടങ്ങിയ വാദഗതികളെല്ലാം. അപ്പോഴും മാറിയോസേപ്പിൻ്റെ, പൂർവ്വ യോസേപ്പിൻ്റെ
ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു വലിയ പിതൃത്വം, ആ ഒരു വലിയ സമ്പന്നമായ വ്യക്തിത്വം നമ്മളിന്ന് സഭ മുഴുവൻ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ കൂട്ടത്തിൽ പൂർണ്ണ മനസ്സോടെ, തുറന്ന മനസ്സോടുകൂടി ആയിരിക്കുവാനും ഏറ്റവും റിച്ചായ വേർഷൻ നമ്മൾ ഓരോരുത്തരും ആയി തീരാനുമുള്ള വിളിയാണ്. അതൊരു ഇൻറ്റേണൽ കോളാണ്. ദൈവത്തെ ഗൗരവതരമായിട്ടെടുക്കാനുള്ള വിളിയാണ്. രണ്ടാമത്തെ സുനകദൂസിൻ്റെ തൊട്ടു മുമ്പ് 23-ാം ജോർജ് മാർപ്പാപ്പായെ റൊങ്കാളിയെ കർദിനാളായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രയാസമാണ്. അന്ന് 1, 2, 3, 4 വോട്ടിങ്ങിലൊന്നും ഭൂരിപക്ഷം കിട്ടിയില്ല. പിന്നെ അവസാനം വന്ന 2-3 പേര് തമ്മിൽ അവർക്ക് ആലോചിക്കാം, അവരിൽ പിന്നെ ഒരു വോട്ടിങ്ങാണ് അങ്ങനെയുള്ള അവസരത്തിൽ വരുന്നത്. അങ്ങനെ വന്ന് റൊങ്കാളിക്ക് കിട്ടി, നമ്മുടെ 23-ാം ജോൺ മാർപ്പാപ്പായ്ക്ക്. അപ്പോൾ അദ്ദേഹം പിന്നെയും പറഞ്ഞു, അത് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, എനിക്കിത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ഒരു കർദിനാൾ പറഞ്ഞു, റൊങ്കാളി, ടേക്ക് ഗോഡ് സീരിയസ്ലി. അപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റ് എനിക്ക് റെഡിയായി, ഞാൻ മനസ്സാണ് എന്ന് പറഞ്ഞു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടേക്ക് ഗോഡ് സീരിയസ്ലി. ഈ 2 പിതാക്കന്മാർ, യെസുമാർ ദൈവത്തെ ഇതുപോലെ സീരിയസ് ആയിട്ട് എടുത്തവരും ആ ആത്മീയതയിൽ വളർന്നവരുമാണ്. നമ്മുടെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഇവർ 2 പേരും കൂടെ കൂട്ടി യോജിപ്പിച്ചു തന്ന ആത്മീയത നമ്മൾ ഇന്നലെയും ഇന്നും പ്രഭാതത്തിലുമൊക്കെ മറിയൂസേപ്പിൻ്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളെല്ലാം കണ്ടല്ലോ. എന്തു വലിയ ആഴമായ ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റിയാണിത്. യുഡയോ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഫോംഡ് ആയിട്ടുള്ളത് ഈ 2 വലിയ പിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൻ്റെ, സഹനത്തിൻ്റെ, ആത്മീയതയുടെ പങ്കുവയ്ക്കലിൻ്റെ അടയാളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ ഉൽപ്പത്തി പുസ്തകം പോലെയാണ്. സ്പ്രൗട്ടിങ് ഓഫ് ലൈഫ്. പുതിയ കാര്യങ്ങളെല്ലാം കണ്ടെത്താനും അത് വളർത്താനും അതിന് പേരിടാനും അവരെ കൂട്ടത്തിൽ നിർത്താനുമെല്ലാം സാധിക്കുന്ന പിതാക്കന്മാരാണ് മറിയൂസേപ്പും പൂർവ്വ യൂസേപ്പും.